ഹലോ. ഇന്ന് ഓഫീസിലൊന്നും പോവാതെ ചുമ്മാ വീട്ടിലിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കാമല്ലോ, സുഖമില്ല. 2 ദിവസമായിട്ട് നല്ല തൊണ്ടവേദനയും ചുമയൊക്കെ ആയിരുന്നു. അമ്മൂട്ടിക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകണം. ഞാൻ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കിയത്. അമ്മൂട്ടിക്ക് ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതിൻ്റെ പരിപാടിയിലായിരുന്നു. അമ്മൂട്ടി സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. മുഖത്ത് ഒരു ചെറിയൊരു വെള്ള കല വരുന്നുണ്ട്. അപ്പോൾ അത് ഹോമിയോ ഡോക്ടറിനെ കാണിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. 10 മണിക്കേ ഡോക്ടർ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത്. അവൾ ചായ കുടിച്ചു, അവളുടെ കൂടെ ഞാനും ഇരുന്ന് ചായ കുടിച്ചു. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. എല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് എത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നെ അടുക്കള മൊത്തം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഉച്ചക്കത്തെ ചോറും പിന്നെ കറി സാമ്പാറുള്ളത് കൊണ്ട് തന്നെ ഉച്ചക്ക് അത് മതി. പിന്നെ വറവിന് എന്തെങ്കിലും വേണമായിരുന്നു. അങ്ങനെ ചോറ് വെക്കാനും വറവിനുള്ള പരിപാടിയൊക്കെ ഒന്ന് നോക്കി. ഉച്ചക്കത്തെ വറവിന് വേണ്ടിയിട്ട് തവരച്ചപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തവരച്ചപ്പ് വറവുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കി. പെട്ടെന്ന് തന്നെ വറവും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ആവി പിടിച്ചു, ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചു. സാധാരണ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പനിച്ച് മാറാറായിരുന്നു പതിവ്. ഇപ്രാവശ്യം എനിക്ക് പനിയൊന്നും വന്നില്ല, പക്ഷെ അതിൻ്റെ ഇരട്ടി നല്ല ചുമ വന്നു. പിന്നെ അടുക്കളയിൽ ഓടിനുള്ളിലൂടെ ഇങ്ങനെ വെളിച്ചം വരുന്നതുകൊണ്ട് തന്നെ അടുക്കളയിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഏലാതി ലേഹി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് വിറക് എടുത്ത് വെക്കാമെന്ന് കരുതി വിറകെടുക്കാൻ പോയപ്പം അവിടെ നമ്മൾ ഈ ആളെ കണ്ടു, തേളിനെ കണ്ടു. അതിനെ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് കളയാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിറകൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇത്, കുഞ്ചു. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിന് ഫുഡൊക്കെ കൊടുത്തു. അത് തുടച്ച് നക്കി തിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനും ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അറിയത്തിരുന്ന മഴയും നോക്കി ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് സമയം റൂമിലെ അലമാരിയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അമ്മുവിൻ്റെ മാലയും വളയും അങ്ങനെ ഇട്ട് വെക്കുന്നത് അമ്മുവിൻ്റെ ഭണ്ഡാരപ്പെട്ടിയാണ്. ഇപ്പോൾ ഏകദേശം നിറയാറായിട്ടുണ്ട്. ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം 4 മണിയാകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ജിലേബിയും പിന്നെ ചൂട് വെള്ളവും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ.